പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നാഷണൽ അപ്പോസ്തോലിക് മീഡിയയുടെ വചനധ്യാനത്തിലേക്ക് ഡെയിലി മന്ന എന്ന ഈ പ്രോഗ്രാമിലേക്ക് ക്രിസ്തു യേശുവിൻ്റെ ധന്യനാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് എടുത്തിരിക്കുന്ന വാക്യം അപ്പോസ്തല പ്രവൃത്തികൾ 4:12. മറ്റൊരുത്തനിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. ദൈവത്തിന് സ്തോത്രം. കർത്താവിനെക്കുറിച്ചാണ്, കർത്താവിൻ്റെ നാമത്തെക്കുറിച്ചാണ് ഈ പറയുന്നത്. പഴയ നിയമത്തിൽ നാം വായിക്കുകയാണെങ്കിൽ സദൃശ്യവാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു. സദൃശ്യവാക്യങ്ങൾ 18:10. യഹോവയുടെ നാമം ബലമുള്ള ഗോപുരം, നീതിമാൻ അതിലേക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കുന്നു. അവിടെ യഹോവയുടെ നാമം എന്നാണ് തന്നിരിക്കുന്നത്. യഹോവയുടെ നാമമാണ് ഏറ്റവും വിലയേറിയ നാമം. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട നാമമാണത്. എന്നാൽ ഏത് നാമമാണ് അതെന്ന് വെച്ചാൽ യേശു ക്രിസ്തു എന്ന നാമമാണ് യഹോവയുടെ നാമമെന്ന് പറയുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 1:21 മാലാഖ ഇങ്ങനെ പറയുന്നുണ്ട്: അവൾ ഒരു മകനെ പ്രസവിക്കും, അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്ക കൊണ്ട് നീ അവനെ യേശു എന്ന് പേരിടേണം എന്ന് പറഞ്ഞു. യേശു എന്ന് വെച്ചാൽ യഹോശുവ, ദൈവം രക്ഷിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. യഹോവ രക്ഷിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ യഹോവ എന്ന് പഴയ നിയമത്തിൽ പറയുമ്പോൾ ഈ യഹോവ ആരാണെന്ന് കുറച്ചുകൂടെ ക്ലിയറായിട്ട് നമുക്ക് പുതിയ നിയമത്തിൽ വായിക്കാൻ സാധിക്കും. കാരണം കർത്താവ് തന്നെ പറയുന്നുണ്ട്, അങ്ങനെ എൻ്റെ നാമത്തിൽ നിങ്ങൾ അപേക്ഷിച്ചാൽ നിങ്ങൾക്ക് പിതാവിൽ നിന്ന് മറുപടി ലഭിക്കും. നിങ്ങൾക്ക് ആവശ്യമുള്ളത് എൻ്റെ നാമത്തിൽ അപേക്ഷിക്കുക. എൻ്റെ നാമം മഹത്വപ്പെടേണ്ടതിന്, പിതാവിൻ്റെ നാമം മഹത്വപ്പെടേണ്ടതിന് അത് നിങ്ങൾക്ക് ലഭിക്കുമെന്നുള്ളത്. ഇനി എന്തുകൊണ്ടാണ് ആ നാമത്തിന് ഇത്ര പ്രാധാന്യമുള്ളതെന്ന് കുറച്ചുകൂടെ നന്നായിട്ട് പറയുന്ന ഒരു വേദഭാഗമാണ് ഫിലിപ്പിയ ലേഖനം 2:8 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. അവൻ മനുഷ്യ സാദൃശ്യത്തിലായി, പുത്രൻ തമ്പുരാനെക്കുറിച്ചാണ് പറയുന്നത്, പിതാവായ ദൈവത്തിൻ്റെ അടുത്ത് നിന്നും പുത്രൻ തമ്പുരാൻ വന്നത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി. തന്നെത്താൻ ഒഴിച്ചു എന്ന് വെച്ചാൽ ആ ദൈവീകത്വവും തേജസ്സുമൊക്കെ മാറ്റി വെച്ചിട്ട് സാധാരണ ഒരു മനുഷ്യനായിട്ട് വിളങ്ങി തന്നെത്താൻ താഴ്ത്തി. ഇനി താഴ്ത്തി, എത്രത്തോളം താഴ്ത്തി എന്നാണ് പിന്നീട് പറയുന്നത്. മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അവൻ അനുസരണമുള്ളവനായി തീർന്നു. അനുസരണമുള്ളവനായി തീർന്നു എന്ന് വെച്ചാൽ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ആ തൃത്വത്തിൻ്റെ പ്ലാനായിരുന്നു ഇത്, മനുഷ്യനെ രക്ഷിക്കുക എന്നുള്ളത്. മനുഷ്യനെ തൻ്റെ പാപത്തിൽ നിന്നും രക്ഷിപ്പാൻ അവിടെ ദൈവികമായ ഇടപെടൽ എന്താണെന്ന് വെച്ചാൽ രക്തം ചൊരിയാതെ വിമോചനമില്ല. അത് ദൈവ നിയമമായിരുന്നു. അതിനുവേണ്ടി കർത്താവ് മനുഷ്യനായി വന്ന് ക്രൂശിലെ മരണത്തോളം ആ പ്ലാനും പദ്ധതിയും നിവർത്തിച്ചു എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. ഇനി പിന്നീട് 9-ാമത്തെ വാക്യമാണ് എഴുതിയിരിക്കുന്നത്: അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിനും മേലായ നാമം നൽകി. ദൈവവും അവനെ ഏറ്റവും ഉയർത്തി എന്ന് പറയുമ്പോൾ നാം സംശയിക്കും, അപ്പോൾ ദൈവം വേറെയാണോ, യേശു ക്രിസ്തു വേറെയാണോ? അല്ല, അവർ 3 പേരും, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ഇതാണ് ദൈവീക തൃത്വമെന്ന് പറയുന്നത്. അപ്പം ദൈവീക തൃത്വത്തിലുള്ള രണ്ടാമനായ പുത്രൻ തമ്പുരാനാണ് മനുഷ്യനായി വിളങ്ങി മരണത്തോളം അനുസരണമുള്ളവനായി തീർന്ന് തൻ്റെ രക്തം ചൊരിഞ്ഞ് നമ്മെ വീണ്ടെടുത്തത്. ദൈവത്തിന് സ്തോത്രം.
അങ്ങനെ യേശുവിൻ്റെ നാമത്തിങ്കൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങുകയും എല്ലാ നാവും യേശു ക്രിസ്തു കർത്താവെന്ന് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. ഇതാണ് കർത്താവ് നിവർത്തിച്ചത് കാൽവറിയിൽ. അതായത് ആ ദൈവീക മഹത്വം വെളിപ്പെടുവാനായിട്ടാണ് ഇതൊക്കെയും ചെയ്തത്. അങ്ങനെ ലോകത്തിൽ ഏറ്റവും വലിയ നാമം, എല്ലാവരും മുഴങ്കാൽ മടക്കുന്ന നാമം ഏതാണെന്ന് വെച്ചാൽ യേശു കർത്താവ്, യേശു ക്രിസ്തു എന്ന നാമമാണ് ആ മഹത്തായ നാമം. ഇത് പഴയ നിയമത്തിൽ നമുക്ക് വെളിപ്പെട്ടിട്ടില്ല. എന്നാൽ അതിൻ്റെ പൂർണ്ണമായ വെളിപ്പെടലാണ് കാൽവറിയിൽ കർത്താവിൻ്റെ യാഗത്തിലൂടെ നിവർത്തിച്ചത്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് അഭയം തരുവാനായിട്ട്, ഏത് സമയത്തും നിന്നെ വിളിച്ചപേക്ഷിക്കുവാനായിട്ട് നീ ഒരുക്കിയിരിക്കുന്ന ഈ കാൽവറി യാഗത്തിനായി സ്തോത്രം കർത്താവെ. നിൻ്റെ കൃപാസനത്തിലേക്ക് ഏത് സമയവും അടുത്തു വരുവാൻ തക്കവണ്ണം നീ ഞങ്ങൾക്ക് വേണ്ടി ഈ വലിയ നന്മ ഒരുക്കിയതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ. നിൻ്റെ നാമം എന്നും ഞങ്ങളുടെ അഭയമാണ്. ഞങ്ങൾ വിശ്രമം കണ്ടെത്തുന്ന സ്ഥലമാണ് അങ്ങയുടെ നാമം. അങ്ങയുടെ വിശുദ്ധ നാമം മഹത്വീകരിക്കപ്പെടട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്.